ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വലിയ സംഭവമൊന്നുമല്ല, എന്നത്തെയും പോലെ ഒരു തട്ടിക്കൂട്ട് വീഡിയോ മാത്രം. അപ്പോൾ ഇന്ന് നൈറ്റ് ഞങ്ങൾ ഒരു യാത്രയ്ക്ക് ഇറങ്ങിയതാണ്. ഇച്ച എന്നെ ഒരു ഐലൻഡ് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ വൈകുന്നേരം പറഞ്ഞായിരുന്നു എന്നെയും കുഞ്ഞാവേനെയും കൂടെ ഒന്ന് പുറത്ത് കൊണ്ടുപോകുമോ എന്നുള്ളത്. അപ്പോൾ പുള്ളിക്കാരൻ വോയിസ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് കൂടെ കുഞ്ഞാവ് ഒന്ന് കരഞ്ഞു. അപ്പോൾ കുഞ്ഞാവെ ഒന്ന് സെറ്റാക്കിയിട്ട് വീണ്ടും നമ്മൾ കണ്ടിന്യൂ ചെയ്യുക കേട്ടോ. അങ്ങനെ ഇച്ച എന്നെ ഒന്ന് പുറത്ത് കൊണ്ടുപോയി. നല്ല ഭംഗിയുള്ള സ്ഥലത്തായിരുന്നു. അതിൻ്റെ ചെറിയൊരു ഷോർട്സ് ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് കാണാൻ താല്പര്യമുള്ളവർ കയറി കാണുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ഇടുക കേട്ടോ. അങ്ങനെ കുറേ നാളിന് ശേഷമാണ് ഇങ്ങനെ നൈറ്റൊക്കെ ഒന്ന് പോകുന്നത്, ദൂരോട്ടൊക്കെ ഒന്ന് പോകുന്നത് കേട്ടോ. ഇച്ച ഇപ്പോൾ ഈ കാണിക്കുന്ന കോപ്രായങ്ങളൊക്കെ പണ്ട് ഞങ്ങൾ പ്രേമിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഇച്ച കാറിലാണെങ്കിൽ ഞാൻ എവിടെയെങ്കിലും നിൽക്കുന്നതൊക്കെ കണ്ടാൽ, ഞങ്ങളുടെ വീടുകൾ നമ്മൾ വലിയ ദൂരമൊന്നും ഇല്ലായിരുന്നല്ലോ, അപ്പോൾ ഞാൻ എവിടെയെങ്കിലുമൊക്കെ നിൽക്കുന്ന കാണുവാണെങ്കിൽ പുള്ളിക്കാരൻ കാറിൽ ഇടുന്നൊരു സോങ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിട്ടിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ പാടിക്കൊണ്ടും ആക്ഷൻ കാണിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ജീവിതത്തിൽ വന്നൊരു മാറ്റം, അല്ലെങ്കിൽ ഇന്ന് ഇപ്പോൾ പുറത്തോട്ട് പോയിട്ട് വന്നു കഴിഞ്ഞപ്പോഴൊരു മാറ്റം എന്ന് പറയുമ്പോൾ, പുറത്ത് പോകുമ്പോൾ നേരത്തെ ചാടി ഒരുങ്ങി ഒറ്റയ്ക്കങ്ങ് പോയാൽ മതിയല്ലോ. ഇപ്പോൾ കുഞ്ഞാവേനെയും കൊണ്ടുപോകും. പക്ഷേ നേരത്തെ എന്ന് പറയുമ്പോൾ ഈ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം സുട്ടുമോനായിരുന്നു ഇതേപോലെ മുൻവശത്ത് എൻ്റെ മടിയിലിരിക്കുന്നത്. അപ്പം അതിന് പകരം കുഞ്ഞാവയായി കേട്ടോ. അപ്പം ഇപ്പോൾ സുട്ടുവിനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്നുള്ളൊരു ചെറിയ സങ്കടമുണ്ട്. കാരണം ഞങ്ങളിനി അടുത്ത് തന്നെ ഒരു ലോങ് ട്രിപ്പ് ഉണ്ട്. അപ്പോൾ അതിനായാലും സുട്ടുമോനെ കൊണ്ടുപോകുന്നത് അത്ര പോസിബിൾ അല്ല. കാരണം സുട്ടുമോൻ മാത്രമല്ല ഇപ്പോൾ അത് സ്വീറ്റിയും ഉണ്ട്. അപ്പോൾ ഒരാളെ മാത്രം എന്തായാലും കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ രണ്ടാളെയും കൂടെ കൊണ്ടുപോവുക എന്ന് പറയുന്നത് കുഞ്ഞും കൂടെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അവരെ ഇങ്ങനെ വീട്ടിലാക്കിയിട്ട് പോകുന്ന കാര്യത്തിനെ കുറിച്ച് ഞങ്ങളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇവിടെ തന്നെയെന്ന് വെച്ചാൽ നമുക്ക് ഡേ കെയർ പോലൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ കൊടുത്താലും നമുക്കൊരു മനസ്സമാധാനം ഇല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ. പെറ്റ്സ് ഉള്ളവർക്കറിയാം, പെറ്റ്സ് ഇല്ലാത്തവരോട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. പെറ്റ്സ് ഉള്ളവർക്കാണെങ്കിൽ ആ ഒരു ഫീലിങ്സ് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇതേപോലെ നൈറ്റൊക്കെ ഡ്രൈവ് പോകാൻ ഇഷ്ടമുള്ളവർ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് കൂടുതലും ഈ ഡേ ടൈമിലൊക്കെ പോകുന്നതിനേക്കാട്ടിലും എനിക്ക് നൈറ്റാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. നല്ല കാമായിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഇങ്ങനെ റഷൊന്നും ഇല്ലാതെ പോയി വരാം. ഇവിടെയൊക്കെ പകലെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര റഷാണ്. പിന്നെ വെയിലിൻ്റെ കാര്യം പറയണ്ടല്ലോ. പണ്ടൊക്കെ മഴയായിരുന്നു, വല്ലാത്ത ജാതി മഴയായിരുന്നു. ഇപ്പം അതുപോലെ വെയിലും ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ പിന്നെ ജീവിതത്തിൽ വന്ന കുറച്ച് മാറ്റങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഇതേപോലൊക്കെ എവിടോട്ടെങ്കിലും ഇറങ്ങിയാൽ, പണ്ട് അധിക സാധനങ്ങളൊന്നും എടുത്ത് കയ്യിൽ കരുതുന്നുണ്ടായിരുന്നു. ജസ്റ്റ് അങ്ങ് ഇറങ്ങി ഓടിപ്പോയാൽ മതിയായിരുന്നു. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. ഇപ്പോൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ കുഞ്ഞിൻ്റെ ഡയപ്പർ എടുക്കണം, എക്സ്ട്രാ കുഞ്ഞിന് കുറച്ച് 2-3 ഡ്രസ്സ് എടുത്ത് വെക്കണം, അതിന് പുറത്ത് എവിടെ പോയാലും എടുത്ത് വെക്കണം. പിന്നെ അതേപോലെ കുഞ്ഞിൻ്റെ എന്തെങ്കിലും ഒരു ക്രീമോ എന്തെങ്കിലുമൊക്കെ എടുത്ത് കയ്യിൽ കരുതണം. ലോങ് ട്രിപ്പൊക്കെ ആണെങ്കിൽ കുഞ്ഞിനുള്ള എന്തെങ്കിലുമൊക്കെ സിറപ്പും കാര്യങ്ങളും ഒക്കെ എടുത്ത് വെക്കണം. അങ്ങനെ കുറേ പരിപാടിയല്ലേ. ഇപ്പോൾ തന്നെ ഞാൻ ഇങ്ങോട്ടൊന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ കുഞ്ഞിന് വേണ്ട ഡയപ്പറും പിന്നെ കുഞ്ഞിന് എക്സ്ട്രാ ഒരു ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരുപാട് ദൂരമല്ല നമ്മുടെ വീട്ടിനവിടെ നിന്ന്. എന്നാൽ ഈ കുറച്ച് നാൾ കൂടിയിരുന്ന് ഞാൻ ഇത്രയും ദൂരെ പോകുന്നത് ഇതാദ്യമായിട്ടാണ് കേട്ടോ. പിന്നെ ഇച്ച തകൃതിയായിട്ട് പാട്ടങ്ങോട്ട് പാടിക്കൊണ്ടേ ഇരിക്കുകയാണ്. കുഞ്ഞാവ് നല്ല ഉറക്കമാണ്. അവന് പിന്നെ കാറിൽ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. 9ാം മാസത്തിൻ്റെ ഡെലിവറി ആകുന്നതിൻ്റെ തലേന്ന് വരെ ഞാൻ ഇങ്ങനെ ബൈക്കിലും സ്കൂട്ടറിലും കാറിലും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുമായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു പുള്ളിക്കാരനും ഭയങ്കര ഇഷ്ടമാണ് എവിടെയെങ്കിലുമൊക്കെ പോകാൻ കേട്ടോ. കാറിൽ കയറി കഴിഞ്ഞാൽ അപ്പം ആൾ ഉറക്കമാണ്. അത്രയും നേരം ചിണുങ്ങി ഒക്കെ നിൽക്കുവേ. രാത്രി സാധാരണ ഈ ടൈമിലൊക്കെ ആൾ ഭയങ്കര ബഹളമാണ്. വീട്ടിൽ കിടന്ന് നൈറ്റ് ഡ്യൂട്ടിയാണ് പുള്ളിക്കാരൻ്റെ മെയിൻ പരിപാടി കേട്ടോ. എന്നുവെച്ചാൽ എന്നെ ഉറക്കാറേ ഇല്ല. ആളെന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് കാണിച്ച് അങ്ങനെ ഉണർന്ന് കിടക്കാറാണ് പരിപാടി. മെയിനായിട്ട് എനിക്കാണ് വലിയ ബുദ്ധിമുട്ട് വരുന്നത്. കാരണം പുള്ളിക്കാരൻ എപ്പോഴും എൻ്റെ അടുത്തിരിക്കുന്നതാണ് കൂടുതലും. ഇച്ച ഉണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ല. അപ്പോൾ പിന്നെ എന്നത്തെയും പോലെ ഒരു തട്ടിക്കൂട്ട് വീഡിയോ. ബൈ.